കല്ലു വേഗം നടക്ക്, ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. മുത്തശ്ശി നിങ്ങൾ ഈ പാതിരാത്രിക്ക് ഇത് എങ്ങോട്ടാ കുട്ടിയോളെ? ഞങ്ങള് ഞങ്ങളുടെ അമ്മൂമ്മയെ കാണാൻ പോവാ. ഈ രാത്രിയിലോ? ഒറ്റയ്ക്കുള്ളൂ, കൂടെ ആരും ഇല്ലേ? ഞങ്ങളുടെ അമ്മയ്ക്ക് ദീനാ, അതുകൊണ്ട് അമ്മൂമ്മയെ അറിയിക്കാൻ പോവാ. എന്തോ മുത്തശ്ശിയുടെ പേര്? മുത്തശ്ശിയുടെ പേര് ലച്ചുമായി അമ്മ. ലച്ചു ലച്ചു മുത്തശ്ശി. എന്തോ ഒറ്റയ്ക്ക് നടക്കുന്ന മുത്തശ്ശി അങ്ങനെയാ, നാടും ദേശവും ഇങ്ങനെ ഒറ്റയ്ക്ക് താണ്ടി നടക്കും, എന്നിട്ട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് നടക്കും. എന്താ കുട്ടികളുടെ പേര്? എന്റെ പേര് പാറു, ഇവളുടെ പേര് കല്ലു. പാറക്കല്ലോ, കൊള്ളാലോ. അതെ, രണ്ടുപേരും പെട്ടെന്ന് നടന്നോ. ഇത് പഞ്ചവങ്കാടാ, കല്യങ്കാട്ട് നീലിയുടെ സ്ഥലം. കല്യാങ്കാട്ട് നീലിയുടെ? കല്യങ്കാട്ട് നീലി ആരാന്നറിയോ? രക്തദാഹിയായ ഒരു യക്ഷി. ആ യക്ഷി വഹിക്കുന്ന സ്ഥലമാണ് പഞ്ചവങ്കാട്. ഞങ്ങളെങ്ങനെ പോകും? നടന്നാടാ വന്നേ, അപ്പൊ നടന്നങ്ങ് പോണം. പേടിക്കണ്ടാട്ടോ, കല്യങ്കാട്ട് നീലേ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ല. ദുഷ്ടന്മാരായ പുരുഷന്മാരെയാണ് കല്യങ്കാട്ട് നീലി കൊന്ന് ചോര കുടിക്കുന്നത്. അതെന്താ? അതാണ് കല്യങ്കാട്ട് നീലിയുടെ കഥ. നീലിനെ ചതിച്ചതാ. ആര്? നീലിനെ ചതിച്ചത് ആരാന്നറിയാവോ? ഇല്ല. ആ, നീലിയുടെ സ്വന്തം ഭർത്താവായ നമ്പി. അതെ, അതൊരു വലിയ കഥയാ. അല്ലി, ഓ, എന്താണ് നടന്നു തളർന്നു? ഇനിയും ഒത്തിരി ദൂരം നടക്കാനുണ്ടോ? നേരം വൈകിയാൽ ഇരുട്ട് പരക്കുന്നതിന് മുൻപേ നമ്മൾ ഉദ്ദേശിക്കുന്ന ദേശത്ത് എത്തിച്ചേരാൻ പറ്റില്ല. അല്ല, ഇതേതാ പ്രദേശം? കണ്ടിട്ട് ഭീതി തോന്നുന്നു. കേട്ടിട്ടില്ലേ അല്ലി? ഇതാണ് വിശ്വവിഖ്യാതമായ പഞ്ചവങ്കാട്. അല്ലി, നടന്ന് തളർന്നു എന്ന് വെച്ചാ നേരം വിശ്രമിച്ചിട്ട് പോവാം. ആവാം, അതാണ് ഉചിതം. എന്നാൽ അങ്ങനെ ആവട്ടെ. ആ, നമ്മുടെ ഭാഗ്യം തന്നെ പറയാലോ. ദേ നോക്കൂ, ഒരു വലിയ വടവൃക്ഷം. അതിന്റെ അടിയിലിരുന്ന് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാം. അല്ലി, ഭാണ്ഡക്കെട്ട് നാം പിടിക്കാം. തരിക. കയ്യിലെന്താ? ഒന്ന് പൊള്ളിയതാ, സാരമില്ല. അതല്ല, കയ്യിലെന്താ? ഇതാണ് കൈ ഘടികാരം. ആഹാ, സമയം നോക്കുന്ന യന്ത്രമെന്നും പറയാം. ഓ, എന്റെ സമയം എന്തായിന്ന് നോക്കി പറയാമോ? ആവാലോ. തന്റെ സമയം വളരെ നല്ലതാണ്. കണ്ടില്ലേ ഈ ആളി കത്തുന്നത്? എല്ലാം അല്ലിയുടെ ഭാഗ്യം. എന്താണ് അല്ലി, മുഖത്തൊരു പരിഭ്രമം? ഈ പ്രദേശം കണ്ടിട്ട് മനസ്സിൽ വല്ലാത്തൊരു ഭീതി തോന്നുന്നു. ഭയപ്പെടണ്ട, നോമില്ലേ കൂടെ. കൂടാതെ ഈ പന്തവും ആളി കത്തണുണ്ട്. അമ്മ കാർത്തിയായനെയും ബന്ധുമിത്രാദികളെയും അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നതിന്റെ സങ്കടമല്ലേ? അത് സാരമില്ല, അങ്ങ് കൂടെ ഉണ്ടല്ലോ. എന്താ ചിരിക്കുന്നത്? തന്നെ നാം ആദ്യമായി കണ്ടത് ഞാൻ നിത്യപൂജ ചെയ്തുകൊണ്ടിരുന്ന ശിവക്ഷേത്രത്തിൽ താൻ വന്ന നാളായിരുന്നു. ഒരു തിരുവാതിര നാളായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ആ ദിവസം ഞാൻ എങ്ങനെ മറക്കാനാ? അങ്ങേ ആദ്യമായി ദർശിച്ച ദിനമല്ലേ അത്? ആദ്യ കാഴ്ചയിൽ തന്നെ നോം അല്ലിയിൽ അനുരക്തനായി. അങ്ങനെ നമ്മുടെ ബന്ധം അല്ലിയുടെ വീട്ടുകാർ അംഗീകരിച്ച് നമ്മെ അല്ലിയുടെ ഭവനത്തിലേക്ക് വസിക്കാൻ വിളിക്കുമെന്ന് നാം നിരീക്ഷിച്ചതുപോലും ഇല്ല. പക്ഷേ അവിടുന്ന് അത് കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ കുറ്റവും കുറവും പറഞ്ഞ് തക്കനെ ഇറക്കി വിടുമെന്ന് നാം ഒട്ടും നിരീക്ഷിച്ചില്ല. അത് വെറും തെറ്റിദ്ധാരണയാണെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഭവനം ഉപേക്ഷിച്ച് ഞാൻ അങ്ങയോടൊപ്പം പോകുന്നത്. അല്ലി, ഓ, അല്ലിക്ക് ഒരു കാര്യം അറിയുമോ? എന്താ? നാം ഒരു പണക്കൊതിയനോ ചതിയനോ അല്ല. അതൊക്കെ
എന്നെക്കുറിച്ച് ആൾക്കാർ വെറുതെ പരഞ്ഞു പരത്തുന്നതാണ്. എനിക്കങ്ങേ അറിയുന്നത് പോലെ വേറെ ആർക്കാ അറിയുന്നത്? എനിക്കങ്ങേ വിശ്വാസമാണ്. ഞാൻ അങ്ങേ പ്രാണന് തുറ്റും സ്നേഹിക്കുന്നു. അല്ലിയുടെ കണ്ണുകളിൽ ഉറക്കം തുളുമ്പുന്നു. അതെ. എന്നാൽ നേരം ശ്രമിച്ചിട്ട് പോകാം. ആവാം. ഭാണ്ഡക്കെട്ട് നാം പിടിക്കണോ? വേണ്ട, ഞാൻ വെച്ചോളാം. എന്നാൽ വരൂ, വിശ്രമിക്കാം. ദേവി, നിന്നെ എനിക്കിനി വേണ്ട. നീ എനിക്കിനി ഒരു ഭാരമാണ്. പക്ഷേ എനിക്ക് തൻ്റെ വിലപിടിപ്പുള്ള ആഭരണങ്ങളൊക്കെ വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടർത്തും, എൻ്റെ നമ്പി സാമ്രാജ്യം. പാവല്ലി കൊന്നല്ലേ ദുഷ്ടനായ നമ്പി. അങ്ങനെയാണ് അല്ലി രക്തദാഹിയായ കല്യങ്കാട്ട് നീലിയായി മാറിയത്. അവളെ തളയ്ക്കാൻ കുറേ ആൾക്കാരൊക്കെ നോക്കി, എവിടെ പിടികൊടുത്തില്ല. ഭയങ്കര ശക്തിശാലിയാണ്. പിന്നെ സമയം കളയണ്ട, പോവാൻ നോക്ക്, ഒരുപാട് ഇരുട്ടായില്ലേ. പിന്നെ പോകുന്ന വഴിക്കേ കരിങ്കോത്തി മന്ത്രവാദിനിയെ കാണും. അവര് മക്കളെ മയക്കിയെടുക്കാൻ വേണ്ടി പലതും പറയും. വിളിച്ചാലൊന്നും കൂടെ പോകരുത് കേട്ടോ. പോവല്ലേ കേട്ടോ? മക്കള് കൈ കാണിച്ചേ. ഇത് മുറുക്ക പിടിച്ചോ, എന്നിട്ട് പോകുന്ന വഴിക്കൊക്കെ പ്രാർത്ഥിച്ചാ മതി. മന്ത്രവാദിനി മക്കളെ ഒന്നും ചെയ്യില്ല കേട്ടോ. എന്നാ ചെല്ല്. ആ മുത്തശ്ശിയെന്ന ഭസ്മം കളയില്ല കേട്ടോ. കരിങ്കോത്ത് മന്ത്രവാദിനി പേടിപ്പിക്കാൻ നോക്കണ്ട. കരിങ്കോത്ത് മന്ത്രവാദിനി എന്റെ കൂടെ വന്നാൽ മധുരം തരാം, പഴം തരാം, ആകാശത്തൂടെ പറക്കാൻ പഠിപ്പിക്കാം. എനിക്കറിയാം, നീലെ പിടിക്കാൻ നടക്കല്ലേ. മന്ത്രവാദിനിയെ കളിയാക്കുന്നോ? കല്ലു, മുത്തശ്ശി അന്ന് ഭസ്മം എറിഞ്ഞോ? കല്ലു, പെടുന്ന ഓടിക്കോ. കുട്ടി ആരാണ്? അങ്ങാരാണ്? എവിടെ പോയി വരുന്നു? കേട്ടിട്ടില്ലേ, വിശ്വപ്രസിദ്ധനായ നമ്പി. നാം ഒരു പൂജയ്ക്ക് പോയിട്ട് വരികയാണ്. എന്നെ മനസ്സിലായോ? പുറംതിരിഞ്ഞു നിന്നിട്ട് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാൻ? ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. നാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ടേ. പക്ഷേ അവരാരും പുറംതിരിഞ്ഞു നിന്ന് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കാറില്ല. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ.
ഇല്ല, പിടി കിട്ടണില്ല. അങ്ങ് എൻ്റെ കൂടെ പോരുന്നോ? ഇത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ലേ? വള, കമ്മല്, മാല, അരപ്പട്ടെ, രത്നം പതിച്ചത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതിനിപ്പോ എന്താ, പോവാല്ലോ. കുട്ടി ഇത്ര വാശി പിടിക്കുകയെന്ന് വെച്ചാ പോവാ. പോവല്ലേ? അയ്യോ അയ്യോ, രക്ഷിക്കണേ, അയ്യോ. സാറേ വല്ലോം താഴെ സാറേ 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 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട് സാറേ. സാറേ എന്തെങ്കിലും താ സാറേ, എന്തെങ്കിലും ഇച്ചിരി എന്തെങ്കിലും വാങ്ങിച്ചതാ സാറേ. സാറേ സാറേ എന്താ മോളെ, 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. മക്കളെ എന്തെങ്കിലും തരുവോ? അമ്മൂമ്മയ്ക്ക് ആരുമില്ല. അമ്മൂമ്മ, എന്തുവാ മോളെ, എന്തെങ്കിലും താ മോളെ. ഒന്നും കഴിച്ചിട്ടില്ല. അമ്മൂമ്മ, അമ്മൂമ്മ. അയ്യോ അമ്മമ്മേ, ലക്ഷ്യേച്ചേ, കനകാന്റേ, അയ്യോ അമ്മമ്മേ. എന്താ തൂമന്ദഹാസം ചിന്തകളിൽ ചെന്താമരപ്പൂവായി മാറുകയായി നീ തന്നിതെന്നിൽ മായാ പ്രപഞ്ചം ഞാൻ നിഴലായ കേശു മെർലിനില്ലയോ? കേശു അയ്യോ കല്യാണം എന്റെ കൊച്ചുമോന്റെ കല്യാണം കഴിഞ്ഞു. നാട്ടുകാരെ ഓടിവായോ, എന്റെ കൊച്ചുമോന്റെ കല്യാണത്തിന് സദ്യ ഉണ്ണാൻ ഓടിവായോ. എന്റെ മോനെ വശീകരിച്ചു.
என்னம்மா இப்படி எல்லாம் சொல்றீங்க? பாவம்மா, மெர்லின் ரொம்ப நல்ல பொண்ணு தானே, அவங்க நல்லா லைஃப் லீட் பண்ணட்டும்மா. இப்படி எல்லாம் சொல்லாதீங்கம்மா. എന്റെ മോന് രാജകുമാരിയെ കിട്ടോടി. ആ ചെല്ല് മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് രാജകുമാരിയെ. നിങ്ങളുടെ അറിയടാ, ഇനി മുതല് ഞാൻ പറയുന്ന കേട്ട് അടങ്ങി ഒതുക്കി ജീവിച്ചോളണം. മനസ്സിലായോ? മനസ്സിലായി. ആ അല്ല മെർലിനെ, കല്യാണം കുറച്ച് നേരത്തെ ആയി പോയില്ലേ? അല്ല ചേച്ചി, നിങ്ങളുടെ അനിയനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നാലേ ഇവൻ വേറെ വല്ലവരുടെയും പുറകെ പോകും. അതുകൊണ്ടാ. അതെന്തായാലും നന്നായിട്ടാ. ഗുഡ് ഡിസിഷൻ. എന്നാലും നീ എന്റെ മോനെ തട്ടിയെടുത്തല്ലോ. പിന്നെ തട്ടിയെടുക്കാൻ പറ്റിയ മുതല് അറിയാണ്ട് എങ്ങാണ്ട് ഒരു ഇഷ്ടം തോന്നിപ്പോയി, അത്രേ ഉള്ളൂ. എന്തായാലും സംഭവിക്കാനൊക്കെ സംഭവിച്ചില്ലേ. മെർലിനെ, വീട്ടിലേക്ക് വലതുകാലം വെച്ച് കയറ്. നമുക്ക് ഉള്ളതുകൊണ്ട് അങ്ങ് ജീവിക്കാം. ஆமா மெர்லின், உள்ள வாங்க, சந்தோஷமா லைஃப் லீட் பண்ணுவா. வாங்க. എന്തോന്ന് എടുത്തിട്ട് ജീവിക്കാൻ? ഞങ്ങള് പോവാ. എവിടെ? എന്റെ വീട്ടിലേക്ക്. എന്റെ ഡാഡി വിൻസെന്റ് ഗോമസേ ഇവനെ വിലക്ക് മേടിച്ചു. കേശു, നീ ശൂലംകുടിയിൽ ബാലചന്ദ്രൻ തമ്പിയുടെ മോനാ, നീ വിട്ടുകൊടുക്കരുത്. അതാണ് ഇങ്ങനെ പോയത്. അയ്യോ അയ്യോ മെർലിൻ, പ്ലീസ് ദയവ് ചെയ്ത് എന്നെ നരകത്തിൽ നിന്ന് കൊണ്ടുപോകും, എന്നെ ഒന്ന് മോചിപ്പിക്ക്. സമാധാനപ്പെട്, കൊണ്ടുപോവാ. നിക്ക്, ഒരു കാര്യം പറയാനുണ്ട്. ശൂലംകുടി വീട്ടിലെയും പടവലം വീട്ടിലെയും ഇവൻ അവകാശപ്പെട്ട സ്വത്തെല്ലാം ഇവൻ എഴുതി കൊടുത്തില്ലെങ്കിൽ എന്റെ ഡാഡിയെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. അറിയാലോ എന്റെ ഡാഡി വിജയൻ തോമസിനെ. വിജയൻ തോമസ് അല്ല, വിൻസെന്റ് ഗോമസ്. ഓഹോ, അമ്മച്ചിക്ക് അപ്പൊ എന്റെ ഡാഡിയുടെ പേര് മര്യാദയ്ക്ക് പറയാൻ അറിയാം. ഇനി മേലെ എന്റെ ഡാഡിയുടെ പേര് തെറ്റിച്ച് പറഞ്ഞ ഞാൻ തല്ലുകൊണ്ട് ചാവും. നിന്റെ വിധിയതാടാ. വാടാ മരവാഴെ. എന്റെ കൊച്ചിനെ വിളിച്ചു കേട്ടില്ലയോ? മരവാഴുന്നു. അയ്യോ അമ്മൂമ്മേ, അതാ അവന്റെ പേരാ. ഇനി അവൻ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അലീന ചേച്ചി, നീ എന്താടി ഈ വേഷത്തില്? നിനക്കെന്താ ഇവിടെ കാര്യം? നീ എന്തിനാ ഈ വിഷയത്തില്? നിനക്ക് എന്തിനാ കാര്യം? ഞാനിന്ന് യേശുവിനെ കല്യാണം കഴിച്ചു. ആ എടാ, നീ എന്നെ പറഞ്ഞ നീ എന്നെ കല്യാണം കഴിക്കൂ നിന്ന്. അതുകൊണ്ടല്ലേ ഞാൻ ഇതിട്ടേ. കേശു, എന്താണ് ഇത്? ടൈമിംഗ് ഇല്ല, ടൈമിംഗ് സെൻസ് ഇല്ല. അല്ലെങ്കിൽ അലീനക്ക് പണ്ടേ ഉള്ള പ്രശ്നമാണ്. ചേച്ചി കേൾക്കണം. സംഭവം എന്തെന്ന് വെച്ചാല്, രാവിലെ 10:30 മുഹൂർത്തത്തിന് മെർലിനെ കല്യാണം കഴിക്കുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് 3:15 മുഹൂർത്തത്തിന് അലീനയെ കല്യാണം കഴിക്കുന്നു. നല്ല മുഹൂർത്തമാണ് 3:15. ഇത്ര നേരത്തെ കയറി വരെ അലീനെ അടുത്ത് ഞാൻ പറഞ്ഞ ഇല്ല, പഞ്ച്വാലിറ്റി ഇല്ല. എന്താ അലീന ഇത്? ഒന്നില്ലെങ്കിൽ ഇന്ന് തന്നെ കല്യാണം അല്ലേ, അപ്പൊ കറക്റ്റ് സമയത്തിനൊക്കെ വീട്ടിൽ കയറി വരണ്ടേ? മോശമല്ലേ ഇതൊക്കെ? ടൈം ക്ലാസ് ആക്കാൻ പാടുണ്ടോ? ഉണ്ടോ? ഓഹോ, അപ്പൊ ഇതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം അല്ലേ? ഇവള് തീർന്നാലേ ഈ പ്രശ്നമൊക്കെ ഇവിടെ തീരും. അമ്മച്ചി ഒന്ന് പിടിച്ചേ. ഇവളെ ഇന്ന് ഞാൻ നിങ്ങൾ ഇങ്ങനെ എനിക്ക് വേണ്ടി കിടന്ന് പിടിവലി കൂടല്ലേ. രണ്ടുപേരെയും ഈ കേശവ് ബാലചന്ദ്രൻ തമ്പി കേട്ടിക്കോളാം. രണ്ടുപേരെ ഈ കേശവ് ബാലചന്ദ്രൻ തമ്പി കേട്ടിക്കോളാം. കിളവൻ കേശു, നിനക്ക് കേശു ഓടിക്കോളാം.